ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് ക്രാഫ്റ്റുമായിട്ടാണ്. സിമ്പിളായിട്ട് ക്രിസ്മസ് ആയിട്ട് നമുക്ക് ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ ചെയ്തെടുത്താലോ? അതിനാകെ വേണ്ടുന്നത് ഒരു സ്റ്റിക്ക്, കുറച്ച് പഞ്ഞി, കുറച്ച് കളേഴ്സ്. ഇത്രയും മാത്രം മതി. അപ്പം ഞാനിവിടെ നമ്മുടെ ഒരു പെന്നി ഐസ്ക്രീം ഞാൻ കഴിച്ചതിൻ്റെ സ്റ്റിക്ക് ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ് എടുത്തേക്കുന്നത്. എന്നെപ്പോലെ ഇതേപോലെ ഐസ്ക്രീം കഴിച്ചിട്ട് കളയാതെ സ്റ്റിക്ക് സൂക്ഷിച്ച് വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. ഞാൻ അങ്ങനെ കളയത്തുമില്ല. ഈ പറയുന്ന എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടേത് ഞാൻ വാങ്ങിച്ചു വെക്കും. ഒക്കെ അതിന് ശേഷം നമുക്ക് എവിടെയൊക്കെയാണ് കളർ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് കളർ ചെയ്യാൻ കുറച്ച് എളുപ്പത്തിലാണ്. തെറ്റിപ്പോണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. പിന്നീട് നമ്മൾ ആ ഒരു റെഡ് കളർ എടുത്ത് ആ മുകളിലത്തെ ഭാഗത്തും റെഡ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കും. പിന്നെ താഴെയുള്ള ഭാഗത്തും കൊടുക്കും. ആ നടുക്കുള്ള പോർഷൻ നമ്മൾ കളർ ചെയ്യില്ല. അത് നമ്മുടെ ആ ഒരു ഫേസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് കളർ ചെയ്യാത്തത്. അത് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും കളർ ചെയ്യും കേട്ടോ. ഞാൻ ഈ ഫ്രണ്ടിൽ കളർ ചെയ്യുന്ന മാത്രമേ കാണിച്ചുള്ളൂ, ബാക്കിൽ കളർ ചെയ്യുന്ന കാണിച്ചില്ല. അതിനുശേഷം നമുക്ക് ഒന്ന് ഉണങ്ങാൻ വെക്കാം. ഉണങ്ങിയതിന് ശേഷം ആ മുകളിലുള്ള ആ റെഡിൻ്റെ താഴെ പോർഷനിലായിട്ട് നമുക്ക് കുറച്ച് വൈറ്റ് അടിച്ചു കൊടുക്കാം. അതായത് അപ്പൂപ്പൻ്റെ തൊപ്പിയായിട്ടാണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് ആ ഒരു വൈറ്റ് കൊടുത്തത്. പിന്നെ നമുക്കൊരു ബ്ലാക്കും റെഡും സ്കെച്ച് എടുത്ത് 2 ഡോട്ടും ഒരു 2 കണ്ണും പിന്നെ ഒരു മൂക്ക് പോലെ നമുക്കൊന്ന് ഡോട്ടിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ അപ്പൂപ്പൻ്റെ ഫേസ് ഇവിടെ റെഡിയായി. നോക്കി നല്ല ക്യൂട്ടായിട്ടില്ലേ അല്ലേ? ഇനി മെയിനായിട്ടുള്ള സംഭവമാണ് നമ്മുടെ അപ്പൂപ്പൻ്റെ താടി. അത് കുറച്ച് പഞ്ഞി എടുത്ത് ഇതേപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ പിച്ചി എടുക്കില്ലേ, അതാണ് കുറച്ചും കൂടെ നല്ലത്. കട്ട് ചെയ്യുമ്പോൾ ആ സൈഡിലത്തെ ഭാഗമൊക്കെ അത് വരും. അപ്പം നമുക്ക് ഇതേപോലെ ഏതേലും ഒരു പശ വെച്ച്, പഞ്ഞിയല്ലേ അതുകൊണ്ട് പിന്നെ വലിയ പശയുടെ ആവശ്യമൊന്നുമില്ല, ചെറിയ ഏതേലും ഒരു പശ വെച്ച് നമുക്കങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ അപ്പൂപ്പൻ ഇവിടെ ഏതാണ്ട് ഒരുവിധം റെഡിയായി. ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. പിന്നീട് നമുക്ക് അപ്പൂപ്പനൊരു ബെൽറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഒരു കറുത്ത അത് നമ്മുടെ സ്കെച്ച് എടുത്തു, ഒന്ന് വരച്ചു കൊടുത്തു. അതിനുശേഷം 2 പഞ്ഞി വെച്ച് ഒരു കുഞ്ഞ് ബോൾ ഉണ്ടാക്കി ആ ബെൽറ്റിൻ്റെ നടുക്കൊരു ഈ ഒരു ബോളും വെച്ചു. പിന്നെ നമ്മുടെ തൊപ്പിയുടെ മുകളിലൊരു ബോൾ കാണുമല്ലോ, അവിടെയും ഒരു ബോൾ വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ അപ്പൂപ്പൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നീട് ഞാൻ ആ ബെൽറ്റിൻ്റെ ബോളിൽ ഒരു യെല്ലോ കളറും കൂടെ ഒന്ന് കൊടുത്തേ. അപ്പോൾ അപ്പൂപ്പനെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് നമുക്ക് ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ ഇല്ലെന്ന് പറയണ്ടല്ലോ. പിന്നീട് ഇതേപോലെ നമുക്കൊരു നൂല് വെച്ച് മേലെ ഹാങ് ചെയ്തിട്ട്, ഇത് മെയിനായിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീയിലൊക്കെ തൂക്കാനായിട്ടാണ് വെക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ക്രിസ്മസ് ട്രീ ഒന്നും ഇല്ലാത്തത് കൊണ്ട്, പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാത്രിയിലായതുകൊണ്ടും പുറത്ത് പോയി തപ്പാൻ വയ്യാത്തതുകൊണ്ടും എൻ്റെ കയ്യിലുള്ള ഒരു മണി പ്ലാന്റിനകത്ത് ഞാനങ്ങ് തൂക്കിയിട്ടു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതേപോലെ പുതിയ വീഡിയോസ് ഏതൊക്കെ വേണമെന്നുള്ളത് കമൻറ്റായിട്ട് പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്.